നാം എടുത്തിരിക്കുന്ന തീം, അല്ലെങ്കിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന തീം, നമ്മുടെ ആപ്തവാക്യം എന്തുവാ? ടു ബി ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ ജീവിക്കുക എന്നുള്ളതാണ്, യേശുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. സാധിക്കുമോ? സാധിക്കും. മനസ്സ് വെച്ചാൽ, ആഗ്രഹം ഉണ്ടെങ്കിൽ. നമുക്ക് ഈ ദിവസങ്ങളിൽ മുഴുവൻ ലക്ഷ്യം അതായിരിക്കണം. അതിനുവേണ്ടി നമ്മൾ ഈ വർഷത്തെ നമ്മുടെ മെസ്സേജുകളെല്ലാം നമ്മൾ അതിനോട് ഗിയർ ചെയ്തിട്ട് അതുമായിട്ടുള്ള ബന്ധത്തിലാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശുവിനെ പോലെ ആകണമെങ്കിൽ ഒന്ന് യേശുവിനെ അറിയണം. യേശുവിനെ അറിയണം. എങ്ങനെ അറിയണം? അറിയേണ്ടവണ്ണം അറിയണം. യേശുവിനെ കുറിച്ച് ഒത്തിരി ആളുകൾക്ക് അറിയാം. ക്രിസ്തുമത സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് എല്ലാവരും ശ്രീ യേശു എന്നോ യേശു ക്രിസ്തു എന്നോ എഴുതും. അപ്പോൾ അവർക്കും ഒരു അറിവുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിച്ചാൽ അവർ പറയും അവനാണ് വലിയ വിപ്ലവകാരി എന്ന് പറയും. നക്സലൈറ്റും അത് തന്നെ പറയും. എല്ലാവർക്കും യേശുവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യാനുണ്ട്? പറയാനുണ്ട്. പക്ഷെ അത് അറിയേണ്ടവണ്ണമുള്ള അറിവല്ല. യേശുവിന് എത്ര അടി ഉയരം ഉണ്ടായിരുന്നു, എത്ര തൂക്കം ഉണ്ടായിരുന്നു ഒക്കെ അറിഞ്ഞാൽ നല്ലത്. നിറം എന്തുമായിരുന്നു. പക്ഷെ യേശുവിനെ പോലെ നമുക്ക് ആകണമെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നീ യേശുവിനെ കുറിച്ച് എങ്ങനെ അറിഞ്ഞിരിക്കുന്നു അതുപോലെ നിനക്ക് ആകാനൊക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾ യേശുവിനെ കുറിച്ച് എന്താണോ അറിഞ്ഞത് അതുപോലെ നിനക്ക് യേശുവിനെ പോലെ ആകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് യേശുവിനെ കുറിച്ച് അറിയേണ്ടത് നമുക്കറിയാം. യേശുവിനെ കുറിച്ച് അറിയുവാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞാൽ വിശുദ്ധ തിരുവെഴുത്താണ്. വേർ ഹിസ് ലൈഫ് ആൻഡ് മിനിസ്ട്രി ഈസ് റിവീൽഡ്. അവൻ്റെ ജീവിതം എന്തുവാന്ന്, ശുശ്രൂഷ എന്തുവാന്ന് വെളിപ്പെടുത്തിയിരിക്കുന്ന വിശുദ്ധ ബൈബിളിലാണ്. യേശുവിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തിയിൽ ഒരു വാചകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ഇന്ന് തിരിക്കാനായിട്ട് പോകുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 10-ാം അധ്യായത്തിൻ്റെ 38-ാം വാക്യം. നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിക്കൊണ്ടും സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അതിന് ഞങ്ങൾ സാക്ഷികളുമാകുന്നു. അതിൻ്റെ തൊട്ടുതാഴത്തെ അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികൾ. യേശുവിൻ്റെ ജീവിതത്തെ സംക്ഷിപ്തമായിട്ട് യേശുവിൻ്റെ കൂടെ നടന്ന പത്രോസാണ് ഇത് പറയുന്നത്. അതിൻ്റെ 34-ാം വാക്യം നോക്കാൻ നമുക്കാണ്. അപ്പോൾ പത്രോസ് വായ് തുറന്ന് പറഞ്ഞു തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ലെന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാനിപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. എന്നിട്ട് ആ യേശു ആരാണെന്ന് വെളിപ്പെടുത്തുക. യേശുവിനെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്ത the biographical sketch of Jesus in one sentence. യേശുവിൻ്റെ ജീവിതത്തെ മുഴുവൻ ഒറ്റ വാചകത്തിൽ പറയാൻ പറഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് പറയാൻ കഴിയുക. എന്തോ പറയുന്നത് നമുക്കൊന്നും കൂടെ ശ്രദ്ധിക്കാം. നസ്രയനായ യേശുവിനെ, അതെന്തോ വെളിപ്പെടുത്തുന്നേ? ഏത് നാട്ടുകാരനാണ് അല്ലേ? യേശു ഏത് നാട്ടുകാരനാണ്? അവൻ നസ്രത്തുകാരനാണ്. വെരി ക്ലിയർ. ഞാൻ ഈയിടെ ഒരാളോടൊരു സാക്ഷി എഴുതി കൊണ്ടുവരാൻ പറഞ്ഞു. എവിടാ ജനിച്ചതെന്നോ എന്നാ ജനിച്ചതെന്നോ ഒന്നുമില്ല അതിനകത്തൊന്നും. പിന്നെ അവസാനം ഞാൻ സാക്ഷി എഴുതേണ്ട ഒരു മോഡൽ എഴുതി കൊടുത്തു. ഇങ്ങനെയൊക്കെയാണ് എനിക്ക് എന്ത് ചെയ്യേണ്ടത്, വേണ്ടത്. യേശുവിനെ കുറിച്ച് ലോകത്തിന് യേശുവിൻ്റെ ജീവിതത്തെ വെളിപ്പെടുത്തിയപ്പോഴാ താൻ നസ്രത്തുകാരനാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. കാര്യം എന്നാണെന്നറിയാമോ? അക്കാലത്തെ ജനത്തിൻ്റെ ജീവിത രീതിയിൽ നസ്രത്തിൽ നിന്നൊരു നന്മയും വരത്തില്ല. നസ്രത്ത് എന്ന് പറഞ്ഞാൽ ഒരു നന്മയും വരാത്ത ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണല്ലോ ചോദിച്ചത് നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നന്മ വരത്തില്ലെന്ന് ജനം മുദ്ര കുത്തിയ സ്ഥാനത്ത് നിന്ന് ഇടത്ത് നിന്നാണ് സ്വർഗത്തിലെ ദൈവം ആരെ
പുറത്തുകൊണ്ട് മുഴുലോകത്തിനും നന്മ ചെയ്യുന്ന ഒരുത്തനെ പുറത്തു കൊണ്ടിരുന്നത്. ഇനി ശ്രദ്ധിച്ചോ, തുടർന്ന് യേശുവിൻ്റെ ജീവിതം പറയുന്നിടത്ത് ഒരു കാര്യം പറയുന്നുണ്ട്. ശ്രദ്ധിച്ചാൽ നിങ്ങളത് അറിയത്തില്ല, കാരണം ഇതിൽ ഓരോ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്തും ദൈവം അവനോട് കൂടി ഇരുന്നുകൊണ്ട് അവൻ നന്മ ചെയ്തു. ആ പദം വരേണ്ട, ആ പദം വന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ ഇപ്പോൾ എന്തുവാന്ന്? കാരണം നസ്രത്തിൽ നിന്ന് നന്മയൊന്നും വരത്തില്ല. എന്നാൽ യേശുവിൻ്റെ ജീവിതം പറയുന്നു, നസ്രത്തിൽ നിന്ന് വന്ന ഇവൻ നന്മ ചെയ്തുകൊണ്ട് ജീവിച്ചതാ. നിങ്ങൾക്ക് അതിൻ്റെ ആ ഇത് ഐറണി അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി പിടികിട്ടുമെന്ന് അറിയത്തില്ല. മനഃപൂർവ്വം ആ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യേശുവിനെ നസ്രത്തുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്? കെട്ടിയേക്കുന്നത്, ബന്ധിച്ചേക്കുന്നത്. എന്നിട്ട് പറയുന്നു, അതിപ്പോൾ നസ്രത്തിൽ നിന്ന് ഒരുത്തം വന്ന് നന്മ ചെയ്തു എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതമുണ്ട്. കാരണം നസ്രത്തിൽ നിന്നുള്ള ആരും എന്ത് ചെയ്യുന്നവനല്ല, നന്മ ചെയ്യുന്നവർ അല്ല. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തെ ഇവിടെ ചിത്രീകരിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. ഒന്നും കൂടെ നമുക്ക് ആ വാക്യം വായിക്കുമ്പോൾ പറയുന്നത്, അവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ നസ്രത്തിനാരനാണ്, അല്ലെങ്കിൽ നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. നമ്മൾ യേശുവിനെ പോലെ ആകാൻ ശ്രമിക്കുക കേട്ടോ. ആദ്യം ആവശ്യം എന്തുവാണെന്നറിയാമോ? അതിനകത്ത് നസ്രത്തിൽ പോയി ജനിക്കാൻ എന്തായാലും നമുക്കൊക്കത്തില്ല, കാരണം നമുക്ക് എല്ലാം ഓൾറെഡി ഒരു ബർത്ത് പ്ലേസ് കിട്ടിക്കഴിഞ്ഞു. അടുത്തതാ പ്രധാനം, ആ യേശുവിനെ ദൈവം എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അഥവാ യേശുവിൻ്റെ ജീവിതം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറഞ്ഞൊരു ജീവിതമായിരുന്നു. അത് നമുക്ക് നയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം എന്തുകൊണ്ടാണ്? തന്നോട് യാചിക്കുന്നവർക്ക് അവൻ പരിശുദ്ധാത്മാവിനെ എത്ര അധികമായിട്ട് കൊടുക്കുകയെന്നാണ് പറഞ്ഞേക്കുന്നത്. എത്ര അധികമായിട്ട്? ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം എന്ന് പറഞ്ഞാൽ ആ കാര്യത്തെക്കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഡെഫിനറ്റ്ലി ഹി വിൽ ഗിവ് എന്നാണ് പറഞ്ഞേ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച എത്ര പേരുണ്ട് ഇതിനകത്ത്? പ്രാപിക്കാത്തവരെപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ, കർത്താവേ എനിക്കിതൊന്ന് വേണമെന്ന്? ഈ മാസം അത് പ്രാപിച്ചോണം, ഈ മാസം പ്രാപിച്ചോ. എന്താ നിങ്ങൾക്ക് കിട്ടാതെ? നിങ്ങൾ ഇതുവരെ അതിനു വേണ്ടി എന്ത് ചെയ്തിട്ടില്ല? ചോദിച്ചിട്ടില്ല. യാചിപ്പീൻ. നമ്മളിത് മറ്റു പല കാര്യങ്ങൾക്ക് എടുത്ത് ഉപയോഗിക്കും. ഏതാ? മറ്റു പല കാര്യങ്ങൾക്ക് നമ്മൾ യാചിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ഈ മാസം അത് നമുക്കൊരു തീരുമാനമായിരിക്കും. കർത്താവേ, ഐ നീഡ് യുവർ ഹോളി സ്പിരിറ്റ്. എനിക്ക് പരിശുദ്ധാത്മാവിനെ തന്നേ മതിയാകുള്ളൂ. ഐ നീഡ് ദാറ്റ്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത എല്ലാ ആളുകളും ഈ മാസം പരിശുദ്ധാത്മാഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. അത് കർത്താവ് യാചിക്കുന്നവർക്കെല്ലാം ഞാൻ ചോദിക്കട്ടെ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് വന്നെന്നാണ് നമ്മൾ വായിക്കുന്നത് അല്ലേ? പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പത്രോസ്, കാത്തിപ്യോഗമൊന്നും അവിടെ നടത്തിയില്ല. ദാഹത്തോടെ ദൈവ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ ജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം തന്നോട് അരുളി ചെയ്തത് മുഴുവൻ ഞങ്ങൾക്ക് പ്രാപിക്കണമെന്നുള്ള ചിന്തയോടുകൂടെ കോർന്നല്യോസിൻ്റെ ഭവനത്തിൽ കുറച്ച് പേര് സ്നാനപ്പെട്ടവരല്ല, അവർ രക്ഷിക്കപ്പെട്ടതായിട്ടും അവിടെ വചനം കേൾക്കുമ്പോൾ തന്നെ അവർ എന്ത് ചെയ്യണമെന്നറിയാമോ? ദേ വർ പ്രിപ്പയറിങ്. അവർ ആ വചനത്തിനനുസരിച്ച് അവരെ ഒരുക്കി കൊടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എനിക്ക് ആദ്യം പറയാനായിട്ടുള്ളത്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാത്ത എല്ലാവരും ഈ ദിവസങ്ങളിൽ കർത്താവിനോടത് പറയണം, പ്രാർത്ഥിക്കണം. കർത്താവേ, എനിക്ക് അങ്ങയുടെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ. അത് നിന്നോട് യാചിക്കുന്നവർക്ക് തരാമെന്ന് പറഞ്ഞല്ലോ, അത് ഞങ്ങളുടെ അവകാശമാണല്ലപ്പാ. അങ്ങ് പറഞ്ഞല്ലോ, ഏറെ നാൾ കഴിയുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന്. എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായിട്ട് കാത്തിരിക്കാനായിട്ട് പറഞ്ഞില്ല കർത്താവേ, അതെൻ്റെ മേൽ പകരണമേ എന്ന് നമുക്ക് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ യേശുവിനെ പോലെ ജീവിക്കാൻ, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഒത്തിരി വകഭേദങ്ങൾ, ദ ഷെയ്ഡ്സ് ഓഫ് ഹിസ് ലൈഫ്, അവൻ്റെ ജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൽ അങ്ങനെ യേശുവിനെ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ നമുക്ക് ആദ്യം ആവശ്യമായിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് ആവശ്യം. ഞാൻ ചോദിച്ചോളട്ടെ, ഞാനൊരു കാര്യം പറയാം. പരിശുദ്ധാത്മാവിനാൽ ജന്മമെടുത്ത യേശുവിന്
വീണ്ടും ശുശ്രൂഷയ്ക്കായി ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അനിവാര്യമായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇത് എത്ര അധികമാണ് നമുക്ക്. നമ്മളിങ്ങനെ ഒരു സാ പോലെ ഇട്ടേക്ക്, അതുകൊണ്ട് ലഘുവായിട്ട് കളഞ്ഞേക്ക്. നോ, നമ്മളതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിട്ട് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഐ നീഡ് യുവർ ഹോളി സ്പിരിറ്റ്. അപ്പോൾ യേശുവിൻ്റെ ജീവിതത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം അവിടെ വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും. The Holy Spirit and the power goes together. പരിശുദ്ധാത്മാവും ശക്തിയും ഒന്നിച്ചു പോകുന്ന സാധനമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്. അപ്പൊ ആരുടെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അധിവസിക്കുമോ അവനിൽ ഒരു ദൈവീക ശക്തി, ഒന്നും കൂടെ തിരുത്തി പറയാം, അവനിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഉണ്ടായിരിക്കും. ജഡത്തിൻ്റെ അല്ല, ലോകത്തിൻ്റെതല്ല. അവനിൽ അധിവസിക്കുന്നത്, അവനിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. അപ്പൊ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. അപ്പൊ യേശുവിനെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ, പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ, ജയജീവിതം നയിപ്പാൻ കഴിയണമെങ്കിൽ, യേശു എന്തെല്ലാം ആയിരുന്നുവോ, ഏതെല്ലാം വിധത്തിലായിരുന്നു അവൻ്റെ ജീവിതമായിരുന്നെങ്കിൽ, യേശുവിനെ പോലെ പ്രാർത്ഥിക്കാൻ കഴിയണമെങ്കിൽ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ദൈവദാസന്മാർക്ക് ക്ലാസ് എടുത്ത കൂട്ടത്തിൽ പറഞ്ഞു, ചിലർക്ക് 2 മിനിറ്റ് പ്രാർത്ഥിച്ച് കഴിയുമ്പോഴത്തേനും അവരുടെ പ്രാർത്ഥന തീരും. അതിൻ്റെ കാര്യം എന്നാണെന്നറിയാമോ? പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വന്നു കഴിഞ്ഞാൽ യു ക്യാൻ പ്രേ ലൈക്ക് ജീസസ്. യേശുവിനെ പോലെ നിനക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. അവേഴ്സ് ആൻഡ് അവേഴ്സ്, മണിക്കൂർ കണക്ക്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് ഈ ഇത്രയും മണിക്കൂർ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത്? നമുക്ക് ചിലർ എത്ര മണിക്കൂർ ഇരുന്ന് ടി വി കണ്ടാലും ഒരു മടുപ്പുമില്ലാത്ത പാർട്ടികളുണ്ട്. എന്താ കാരണം? അവരുടെ ഇൻട്രസ്റ്റ് മുഴുവൻ അതിനകത്താണ്. പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ കടന്നു വരണം. അപ്പം നമുക്കറിയാത്ത വിഷയത്തിന് പോലും പ്രാർത്ഥിക്കാനായിട്ട് ആത്മാവ് നമ്മളെ എന്ത് ചെയ്തുകൊണ്ടും ഒരുക്കിക്കൊണ്ടേയിരിക്കും. ഞാനത് പ്രാർത്ഥനയല്ല എൻ്റെ വിഷയം, അത് പിന്നെയുള്ള സമയങ്ങളിൽ നമ്മൾ പഠിക്കും. യേശുവിനെ പോലെ നമുക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും എന്നുള്ളത് നാം പിന്നെ പഠിക്കുന്നതായിരിക്കും. നോക്കുക, അപ്പം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും ദൈവം അവനെ എന്ത് ചെയ്തു? അഭിഷേകം ചെയ്തു. തൻ്റെ ജീവിതത്തിൽ യേശുവിന് ജയകരമായി ജീവിക്കുവാനും പ്രാർത്ഥിക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ കൈകളാൽ നടക്കുവാനും. നോക്കിക്കേ, യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പല ഭാഗങ്ങൾ നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിക്കാൻ പോവാം. അതെല്ലാം അവൻ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ അതിൻ്റെ പുറകിലെ ഏക രഹസ്യം, അവൻ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറഞ്ഞവനായിരുന്നു. അവൻ ശക്തിയാൽ നിറഞ്ഞവനായതുകൊണ്ട് നത്തിങ് വാസ് ഇംപോസിബിൾ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ലായിരുന്നു. പലപ്പോഴും നമ്മളെ കൊണ്ട് കഴിയത്തില്ല എന്ന് നമുക്ക് തോന്നുന്ന എപ്പോഴാണ്? നമ്മൾ ബലഹീനൻ എന്നുള്ള ചിന്ത വരുമ്പോഴാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ ബലഹീനതയെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മാറ്റിയിട്ട് എന്തും അവന് വേണ്ടി ചെയ്യുവാനായിട്ട് നമ്മെ അവിടുന്ന് ശക്തീകരിക്കും. യേശുവിൻ്റെ ജീവിതം മുഴുവൻ നിങ്ങൾ നോക്കിക്കോ. വാട്ട് മെയ്ഡ് ഹിം ടു ഡു സച്ച് തിങ്സ്? ഇങ്ങനെയൊക്കെ അവനെ ചെയ്യുവാൻ അവൻ എങ്ങനെ കഴിഞ്ഞേ? അവനിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് അവനെ അതിന് ശക്തീകരിച്ചു. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി പലതും ചെയ്യാൻ നമുക്ക് കഴിയാത്തതിൻ്റെ കാരണം, നമ്മൾ ഭയപ്പെടുന്നതിൻ്റെ കാരണം പരിശുദ്ധാത്മ ശക്തി നമ്മളിലില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നാലെ നമ്മളതിനെക്കുറിച്ച് വിശദമായിട്ട് നാം പഠിക്കും. ഒന്ന്, അവൻ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറഞ്ഞവനായിരുന്നു, അല്ലെങ്കിൽ അഭിഷേകം പ്രാപിച്ചവനായിരുന്നു. 2, ദൈവം അവനോടുകൂടെ ഇരുന്നു. അവിടെ നമുക്ക് വിഷയം. ഇസ് ഗോഡ് വിത്ത് us? ദൈവം നമ്മോട് കൂടെ ഉണ്ടോ? പലപ്പോഴും കർത്താവ് എപ്പോഴാണ് ഇറങ്ങിപ്പോയെന്ന് പോലും നമുക്കറിയത്തില്ല, അല്ലേ? കാര്യം എന്നാ? നമ്മളതുവരെ അവനെ ഇഗ്നോർ ചെയ്തിരിക്കുക. നിങ്ങൾക്കറിയാമോ, ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചില സമയത്ത് എനിക്ക് അങ്ങോട്ട് സൂക്കേടുണ്ട്. ഞാൻ ചിലപ്പോൾ ചില ആളുകളെ നോക്കും, ആളില്ലെന്ന് കഴിഞ്ഞാൽ തന്നെ അയാളുടെ പേര് പറയും. ഇയാൾ ഈ സമയത്ത് പ്രാർത്ഥിക്കാമെന്ന് ഞാൻ പറയും. അയാളില്ലെന്നറിയാം. എന്തിനത് പറയുന്നതെന്ന് അറിയാമോ? അയാൾ പോയി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞോട്ടെന്ന് വിചാരിച്ചാൽ. എപ്പോഴും ഇറങ്ങിപ്പോയെന്ന് ആർക്കും അറിയത്തില്ല.
അതൊരു പൊട്ട സ്വഭാവമായിരിക്കാം ചിലപ്പോൾ എൻ്റെ, എങ്കിലും ഞാനത് ചെയ്യുന്നൊരു മനുഷ്യനാണ്, വളരെ സൂക്ഷിച്ചിരുന്നുള്ളതുകൊണ്ട്. ഞാൻ മനഃപൂർവ്വം ആളുടെ പേര് പറയും, അയാളില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുന്നേ. പലരുടെയും ജീവിതത്തിൽ വി ഡോണ്ട് നോ, എല്ലാവരും അയാൾ ഇതുവരെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നല്ലോ, ആരും അറിയാതെ ഇറങ്ങിപ്പോയത്. യേശു നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഇറങ്ങിപ്പോവാറുണ്ട്. പോയിട്ടുണ്ടോ? പോവും. വചനത്തിൽ നിന്ന് ഞാൻ തെളിവ് വരാം. അവൻ ഇറങ്ങിപ്പോകുന്ന അവസരങ്ങളുണ്ട്. ഒരു സഭയിൽ നിന്ന് തന്നെ പുള്ളി ഇറങ്ങിപ്പോയില്ല ഒരിക്കൽ. എത്രയോ സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഇറങ്ങിപ്പോയിട്ടില്ലയോ? ലിയോൺസൺ പാസ്റ്റർ, എന്താ കാരണം? നമ്മൾ അധികപ്പറ്റാന്ന് തോന്നുന്നിടത്തുനിന്ന് നമ്മൾ പതുക്കെ എന്തു ചെയ്യും? കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അധികപ്പറ്റാന്നോ? കാരണം ഇനിയിപ്പോൾ നമുക്ക് കർത്താവിൻ്റെ ആവശ്യമൊന്നും ഇല്ല. കാര്യം എന്നാ? വി ആർ വെൽ സെറ്റിൽഡ് ഇൻ അവർ ലൈഫ്. യേശുവിൻ്റെ ആവശ്യമൊന്നും ഇപ്പം നമ്മുടെ സഭയിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ല. കാര്യം എന്നാ? പിള്ളേരൊക്കെ നല്ല നിലയിലായി, അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം ജീവിക്കാൻ വരുമാനമായി, ചുറ്റുപാടായി, എല്ലാമൊക്കെ ആയി. കർത്താവ് ഇറങ്ങിപ്പോകുന്ന ഒത്തിരി സാഹചര്യങ്ങളുണ്ട്. പഴയ നിയമങ്ങൾ പഠിച്ചു നോക്കുക. ഞാൻ അവരുടെ നടുവിൽ അശുദ്ധി കണ്ട് മാറിപ്പോകാതിരിക്കാൻ അവരുടെ പാളയം വിശുദ്ധമായിരിക്കണം. എന്നിട്ട് പറഞ്ഞു, ഓരോ വീട്ടിലും ഓരോ പാര വെച്ചേക്കാൻ. അന്നൊരു വീട്ടിൽ ഒരു പാരയെ പറഞ്ഞുള്ളായിരുന്നു, ഇപ്പോൾ ആൾക്ക് ഓരോ പാരയായി. ഇപ്പം ഞാൻ ചുമ്മാ വചനത്തിലുള്ളതാ. ഞാൻ നിൻ്റെ ജനത്തിൻ്റെ നടുവിലൂടെ നടന്ന് അശുദ്ധി കണ്ട് നിൻ്റെ പാളയം വിട്ട് പോകാതിരിക്കേണ്ടതിന് നിൻ്റെ പാളയം വിശുദ്ധമായിരിക്കണം. അപ്പോൾ ദൈവം അശുദ്ധി കണ്ടാ ദൈവം എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് പിടിച്ച് നിന്നെ വിശുദ്ധനായി 4 പേരെ വിളിച്ച് വിശുദ്ധനാക്കി മൂപ്പരങ്ങ് ഒഴിഞ്ഞു പോകത്തേ ഉള്ളൂ. കർത്താവ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടോ ഇപ്പോഴും? വെളിപ്പാട് പുസ്തകത്തിലൊരു സഭയെക്കുറിച്ച് പറഞ്ഞില്ലേ? സാധാരണ നമ്മളാ വാതിൽക്ക് നിന്ന് മുട്ടി കർത്താവ് വാതിൽ തുറക്കണ്ടേ? ആ ഗതി ഇപ്പോൾ നേരെ തിരിച്ചായിരിക്കുക. അത് നമ്മൾ നേരത്തെ വന്ന് എന്ത് ചെയ്തു? സ്ഥാനം എല്ലാം പിടിച്ച് കർത്താവിൻ്റെ ഇപ്പോൾ ഇരിക്കാൻ പോലും സ്ഥലമില്ല. കയറി വന്നാൽ ചില സഭകളിൽ വന്നാൽ. കാരണം എല്ലാ സീറ്റും ആരെടുത്തു? കമ്മിറ്റിക്കാരെടുത്തു, സെക്രട്ടറി എടുത്തു, എല്ലാവരും എടുത്തു. പിന്നെ 3-4 സീറ്റിൽ ആളില്ലേലും എന്തുവാ കണ്ണാടിയും ബൈബിളൊക്കെ വെച്ചിട്ട് പോയിട്ടുണ്ട്. ഇല്ല പണ്ട് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുമ്പോൾ ചെയ്യുന്ന പോലെ. വേറെ ആരും എന്ത് ചെയ്യരുത്, ഇരിക്കരുത്. ശ്രദ്ധിച്ചേ, ആ വാക്യം പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചോണം. ഞാൻ കുറച്ച് സരളമായിട്ടാണ് പറയുന്നതെന്ന് എനിക്കറിയാം. ആ വാക്യത്തിൽ പറയുക, ദൈവം അവനോട് കൂടെ. ഞാനൊരു കാര്യം പറഞ്ഞു, ദൈവം എല്ലാവരോടൊന്നും കൂടെ നിന്നിട്ടില്ല. വേറെ ദിവസം നിങ്ങൾ നോക്കിക്കേ, ചില സ്പെസിഫിക് ആളുകളോടുകൂടെ ദൈവം അവനോട് കൂടെ ഇരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം ആരെയാന്ന്? ജോസഫിനോട്. അവൻ പോയെടുത്തൊക്കെ ദൈവം അവൻ്റെ കൂടെ ഉണ്ടായിരുന്നെന്നാണ് പറഞ്ഞത്. പിന്നെ അവനെക്കുറിച്ച് വേറെ നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അവൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. ദൈവത്തിനും കൂടെ. ചിലരുടെ കാറിൽ ദൈവത്തിന് കയറാൻ പറ്റത്തില്ലല്ലോ. കാര്യം എന്നാ? ഇടുന്ന പാട്ടൊക്കെ ദൈവത്തിന് കേൾക്കാൻ പറ്റുന്ന. ഇത് നിങ്ങൾക്കറിയാമോ? ഈ ചില കല്യാണത്തിനൊക്കെ ഞങ്ങളെ ക്ഷണിച്ച് കഴിഞ്ഞാൽ പാസ്റ്റർമാർക്ക് കാറ് തരും. കാര്യം എന്നാ? ഞങ്ങളെ ബഹുമാനിച്ചിട്ടല്ല. അവരെടുത്തിരിക്കുന്ന വണ്ടിക്കകത്ത് അവർക്ക് സിനിമ ഇടണം. അതുകൊണ്ട് പാസ്റ്റർ ഇരുന്നാൽ പറ്റത്തില്ലല്ലോ. അവരെടുത്തിരിക്കുന്ന ടെമ്പോ അല്ല, അവരെടുത്തിരിക്കുന്ന ലക്ഷറി കോച്ചിൽ അവർക്ക് എന്ത് ചെയ്യണം? സിനിമ ഇടേണ്ടതുകൊണ്ട്. കാരണം ബാക്കിയെല്ലാം അവിശ്വാസികളാണെന്നാണ് പറഞ്ഞത്. ഞാൻ പറയട്ടെ, അതുകൊണ്ട് പാസ്റ്റർ എന്ത് ചെയ്തോ? കാറിൽ പോരെ. നമ്മുടെയൊക്കെ ധാരണ നമ്മളെ വളരെ വിശുദ്ധന്മാരെ ബഹുമാനിച്ച് നമുക്ക് കാറ് തന്നാ. ഒന്നുമല്ല. നിങ്ങൾ ആരെങ്കിലും ഒരാൾ പറയാം, ഞാനും കൂടെ ഒന്ന് വണ്ടി ഇരിക്കുകയെന്ന് പറയാം, ഞാനും നിങ്ങളുടെ കൂടെ കോച്ചിൽ കയറുക എന്ന് പറയാം. അന്നേരം അവരുടെ മുഖം മാറും. പിന്നെ അത് ഇടിച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. കാരണം മൈ ഡിയർ കുട്ടിച്ചാത്തനെയും കണ്ടോണ്ടല്ലേ എല്ലാം പോകുന്നത്. ഞാൻ പറയട്ടെ, അതും കേട്ടോണ്ടിരിക്കുന്നിടത്ത് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദൈവത്തിൻ്റെ കാവലുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ദൂതൻ വാസ പ്രാർത്ഥിച്ചിറങ്ങി എന്തോ മുമ്പടയും പിമ്പടയായിട്ടിരിക്കണമെന്ന്. എങ്ങനെ ഇരിക്കാനാ എന്ന് പറഞ്ഞാൽ അകത്തിരിക്കല്ലേ എന്നാണ് പറഞ്ഞു. നീ മുമ്പും പോകുമോ? വണ്ടിയുടെ മുമ്പിലോട്ടും നീ നടന്നു ദൂതന്മാരെ അയച്ചോ? പുറകോട്ട് നടന്നു. അകത്ത് മാത്രം എന്ത് ചെയ്യല്ലേ കർത്താവ് കയറരുത്. കാരണം അകത്ത് ഇതാ. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കർത്താവ് നമ്മുടെ കൂടിരിക്കുന്നുണ്ടോ? ജോസഫ് പോയെടുത്തൊക്കെ ദൈവം അവനോട് കൂടിയിരുന്നു.
നിങ്ങൾ വേറെ ദിവസം ഒന്ന് കണ്ടെത്തി പഠിക്കണം കേട്ടോ. ദൈവം കൂടെ ഇരുന്നവരുടെ ജീവിതം എങ്ങനെയായിരുന്നെന്ന്, ദൈവം ആരുടെ കൂടെയൊക്കെ ആയിരുന്നേ എന്നുള്ളത് നമ്മൾ അത്ഭുതപ്പെടും. നമ്മുടെ ഇവിടുത്തെ പ്രതിപാദ വിഷയം, ദൈവം എന്ത് ചെയ്തു? യേശുവിനോട് കൂടെ ഇരുന്നു. യേശുവിനെ പോലെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ദൈവം നമ്മുടെ കൂടെ ഇരിക്കണമെങ്കിൽ നമ്മുടെ പാളയത്തിൽ എന്ത് പാടില്ല? അശുദ്ധി പാടില്ല. പാളയം എന്ന് പറഞ്ഞത് നിൻ്റെ വീടല്ല, ഇതിനകത്ത്, ഈ ജീവിതത്തിനകത്ത് ദൈവത്തിന് ഇരിക്കാൻ പറ്റാത്ത ഒന്നും ഉണ്ടാകാൻ പാടില്ല. മൂന്നത്, യേശുവിൻ്റെ ജീവിതം എങ്ങനെയായിരുന്നാ പറഞ്ഞേ? നന്മ ചെയ്ത ജീവിതം. സംഗതി വന്നത് നസറത്തിൽ നിന്നാണെങ്കിലും സ്ഥലപ്പേര് നോക്കിയാൽ നന്മയൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യം ഇല്ല. കാര്യം എന്നാ? നോബഡി എക്സ്പെക്ട്സ്. ആരും ഒരു നന്മ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്. പക്ഷേ യേശുവിൻ്റെ ജീവിതം അങ്ങനെ അല്ലായിരുന്നു. ആ പേരിന് അപവാദമായിട്ട് അവൻ ജീവിച്ചു. ആ പേരിനെ തിരുത്തിക്കൊണ്ട് യേശു ജീവിച്ചു. നസ്രത്തുകാരൻ ഇതാ നന്മ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? നടക്കുന്നു. എന്നാ ഒരു നന്മ അവസാനം ചെയ്ത്? ഞാൻ എന്നും നന്മ ചെയ്യുന്നു, എന്നോട് തന്നെയാണെന്നേ ഉള്ളൂല്ലേ. രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? എന്നോട് തന്നെ ഞാൻ നന്മ ചെയ്യുന്നുണ്ടല്ലേ? അല്ല കുഞ്ഞേ, നമ്മളെന്ന് അവസാനമായിട്ടൊരു നന്മ ചെയ്തേ? യേശുവിൻ്റെ ജീവിതം നിങ്ങൾ നോക്കിക്കേ, നന്മ നിറഞ്ഞൊരു ജീവിതമായിരുന്നു. ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. കാരണം അവൻ എവിടുന്ന് വന്നതാ? നസ്രത്തിൽ നിന്ന് വന്നവനാ. ആരും അവനിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. കാര്യം എന്നാ? നസ്രത്തുകാരനിൽ നിന്ന് നന്മയൊന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. അതിന് വിപരീതമായിട്ട് യേശു ജീവിക്കുക, നന്മ ചെയ്തുകൊണ്ട് യേശു ജീവിക്കുക. അവസാനത്തെ കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. പിന്നെ ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ചയിൽ ഞാൻ വിശദീകരണം തരാം. പിശാച് ബാധിച്ചവരെയൊക്കെ യേശു സൗഖ്യമാക്കി. അങ്ങനെയല്ലേ ഇവിടെ പറയുന്നേ? പിശാച് ബാധിച്ചവരെയൊക്കെ സൗഖ്യമാക്കി. യേശുവിനെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട 4 കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത്. ഒന്ന്, ഒരു ആത്മനിറവിൻ ജീവിതം നമുക്കുണ്ടായിരിക്കണം. പരിശുദ്ധാത്മാ നിറവിൻ്റെ ഒരു ജീവിതം. 2, ദൈവം നമ്മോട് കൂടെ നടക്കുന്ന, ഇരിക്കുന്ന ഒരു ജീവിതാനുഭവം. ലോകം കാണുമ്പോൾ പറയണം, അവൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പറയണം. പാർട്ടിക്കാരല്ല, അവൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് പറയണം. 3, നന്മ ചെയ്തുകൊണ്ടുള്ളൊരു ജീവിതം. 4, പിശാച് ബാധിച്ചവരെ ഒക്കെ സൗഖ്യമാക്കിയ ഒരു ജീവിതം. പറ്റുമോ? പറ്റും. നമ്മളെ കൊണ്ട് സാധിക്കും. ഒരു പരിശുദ്ധാത്മ നിറവിൻ ജീവിതം. പരിശുദ്ധാത്മ നിറവിൻ ജീവിതം നയിക്കണമെങ്കിൽ ആദ്യം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണം. 2, ദൈവം നമ്മോട് കൂടെ നടക്കുന്നൊരു ജീവിത രീതി, ജീവിത ശൈലി നാം വളർത്തിയെടുക്കണം. 3, സകലർക്ക് നന്മ ചെയ്ത് ഉള്ളൊരു ജീവിതശൈലി. 4, പൈശാചിക ബാധയാൽ പിടിക്കപ്പെട്ടവർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് ഒരു വിടുതൽ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, ജീവിതത്തിൻ്റെ ഇനിയുള്ള നാളുകൾ എത്രയെന്ന് ഞങ്ങൾ അറിയുന്നില്ലപ്പാ. ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ബുദ്ധി ഉപദേശിക്കണമേ. ജീവിക്കുന്ന നാളത്രയും പരിശുദ്ധാത്മ നിറവില് ദൈവം ഞങ്ങളോടുകൂടെ ഇരിക്കുന്നു എന്ന് ലോകത്തിന് മനസ്സിലാകത്തക്ക വിധത്തില് സകലർക്കും നന്മ ചെയ്ത് പൈശാചികനാൽ ബന്ധിക്കപ്പെട്ട അനേകർക്ക് വിടുതൽ നൽകിക്കൊടുത്ത് ഒരു ജീവിതം നയിപ്പാൻ കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിലടുത്ത് വരുവാൻ, ആരാധിപ്പാൻ, ദൈവശബ്ദം കേൾപ്പാൻ, ഞങ്ങൾക്ക് വേണ്ടി തകർക്കപ്പെട്ട അവിടുത്തെ ശരീരത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട അവിടുത്തെ രക്തത്തിൽ നിന്നും ഭക്ഷിപ്പാനും പാനം ചെയ്യുവാനും, അങ്ങ് ജീവിച്ചതുപോലെ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിക്കുവാനും ഇന്ന് ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം. കേൾക്കപ്പെട്ട വചനപ്രകാരം ജീവിപ്പാൻ അങ്ങ് ഞങ്ങളെല്ലാവരെയും സഹായിക്കണമേ. സകല നന്മകളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ. ആമേൻ.